നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ് പ്രോബ്ലം 2. ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കോൺട്രാക്റ്റീവ് സേർട്സ് എന്ന് പറയുന്നത് ഒക്കർ ഇൻ കോൺജുഗേറ്റ് പെയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു തിയർ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് പറയുന്ന ഒരു തിയറാണ്. അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് പറയുന്ന ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ പ്രോബ്ലം എന്താണെന്ന് നോക്കാം. സോൾവ് ദ ഇക്വേഷൻ എക്സ് പവർ 4 പ്ലസ് എക്സ് ക്യൂബ് മൈനസ് 33 എക്സ് സ്ക്വയർ പ്ലസ് 61 എക്സ് മൈനസ് 14 ഈസ് ഈക്വൽ ടു 0 ഗിവൺ ദാറ്റ് 2 പ്ലസ് റൂട്ട് 3 ഈസ് എ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ, ഒരു പോളിനോമിയൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ എന്ത് തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു റൂട്ടും തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ദി പോളിനോമിയൽ ഇക്വേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോൾവ് ദ പോളിനോമിയൽ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോളിനോമിയൽ ഇക്വേഷൻ്റെ എല്ലാ റൂട്ട്സും കണ്ടുപിടിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഹിൻ്റായിട്ട് തന്നിരിക്കുന്നത് ഒരു റൂട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ഒരു പോളിനോമിയൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ഓഫ് ദിസ് പോളിനോമിയൽ, ഈ ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഡിഗ്രി നോക്കാമെന്ന് വേണ്ടിയിട്ട് നമ്മൾ എക്സിൻ്റെ ഹയസ്റ്റ് പവർ നോക്കി. ഇപ്പോൾ ഇവിടെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 4 ആണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു 4th ഡിഗ്രി പോളിനോമിയലാണ്. ഈ 4th ഡിഗ്രി പോളിനോമിയലിൻ്റെ ഒരു 4th ഡിഗ്രി പോളിനോമിയലാണ്. സോ ഇതിന് എന്തുണ്ടാവും, മാക്സിമം 4 റൂട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് 4 റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ ഒരു റൂട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് എത്ര റൂട്ട് കൂടിയും കണ്ടുപിടിക്കണം, ബാക്കി 3 റൂട്ട് കൂടിയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ തൊട്ട് മുകളിൽ പഠിച്ച തിയറത്തിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത്. കോൺട്രാക്റ്റീവ് സേർട്സ് ഒക്കർ ഇൻ കോൺജുഗേറ്റ് പെയേഴ്സ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ 2 പ്ലസ് റൂട്ട് 3 എന്ന് പറയുന്നത് ഒരു റൂട്ടാണെങ്കിൽ ഓൾറെഡി 2 മൈനസ് റൂട്ട് 3 എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു റൂട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടി, 2 റൂട്ട് കിട്ടി. മൊത്തത്തിൽ ഇതിന് ഈ ഇക്വേഷൻ എത്ര റൂട്ടാണ് വേണ്ടത്, 4 റൂട്ടാണ് വേണ്ടത്. അതിലുള്ള 2 എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി ബാക്കി 2 റൂട്ട് കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, എ എന്ന് പറയുന്നത് ഒരു റൂട്ടാണെങ്കിൽ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആയിരിക്കും. എയും ബിയും റൂട്ടാണെങ്കിൽ എക്സ് മൈനസ് എ എന്ന് പറയുന്നതും എക്സ് മൈനസ് ബി എന്ന് പറയുന്നതും തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ ഫാക്ടർ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ 2 റൂട്ട് കിട്ടി. 2 റൂട്ട് കിട്ടിയതുകൊണ്ട് ഓക്കെ, ഫസ്റ്റ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ പറയാം. റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ഒരു റൂട്ടായതുകൊണ്ട് 2 മൈനസ് റൂട്ട് 3 ആൾസോ ഈ റൂട്ടാണ്. നമ്മൾ ഉപയോഗിച്ച തിയറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കോൺട്രാക്റ്റീവ് സേർട്സ് ഒക്കർ ഇൻ കോൺജുഗേറ്റ് പെയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എ ഒരു റൂട്ടാണെങ്കിൽ എക്സ് മൈനസ് എ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആണെന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 2 പ്ലസ് റൂട്ട് 3യും അതുമാതിരി തന്നെ എക്സ് മൈനസ് 2 മൈനസ് റൂട്ട് 3യും തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് കമ്പ്യൂട്ട് ചെയ്ത് വെക്കുകയാണ് ഇവിടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്, ഈ ഒരു ഫാക്ടർ കൊണ്ട് തന്നിരിക്കുന്ന പോളിനോമിയൽ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ നമുക്കൊരു 2nd ഡിഗ്രി പോളിനോമിയലാണ് കിട്ടുക. ഈ 2nd ഡിഗ്രി പോളിനോമിയൽ കൊണ്ട് നമ്മൾ 4th ഡിഗ്രി പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വീണ്ടും ഒരു റിമൈൻഡർ അല്ല ഒരു പ്രൊഡക്റ്റ് ഓഫ് 2 2nd ഡിഗ്രി പോളിനോമിയൽ ആക്കി എഴുതാൻ പറ്റും. എന്നിട്ട് നമ്മൾ ആ 2nd ഡിഗ്രി പോളിനോമിയലിൻ്റെ റൂട്ട് ഏതൊക്കെയാണെന്ന് കൂടിയും കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെയാണ് എക്സ് മൈനസ് 2 പ്ലസ് റൂട്ട് 3 ഇൻറ്റു എക്സ് മൈനസ് 2 മൈനസ് റൂട്ട് 3 എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഇങ്ങനെ വരും, എക്സ് മൈനസ് 2 മൈനസ് റൂട്ട് 3 ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് റൂട്ട് 3 എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഏത് ഫോമിലാണ്, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്ന ഫോമിലാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റും അല്ലേ. ഇപ്പോൾ അതിവിടെ എന്തായിട്ട് മാറി, എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് 3 സ്ക്വയർ എന്ന് പറയാം. റൂട്ട് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, വെറും 3 ആണ് വരിക അല്ലേ. ഓക്കെ, അതിൻ്റെ മുന്നേ നമുക്ക് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയറിനെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. എന്താ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ, അത് വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 എന്ന് വരും. ഇനി റൂട്ട് 3 ഹോൾ സ്ക്വയറിന് നമ്മൾ എന്ത് ചെയ്യാണ്, റൂട്ട് 3 ഹോൾ സ്ക്വയർ പറഞ്ഞാൽ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3, അപ്പോൾ അതെന്ത് വരും, 3 വരും. സോ മൈനസ് 3 എന്ന് വരും. സോ ഈ ഇക്വേഷൻ അതെന്തായിട്ട് മാറി, എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 1 എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എന്താ കിട്ടിയത്, ഈ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 1 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ ഒരു ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, തന്നിരിക്കുന്ന പോളിനോമിയൽ ഏതാണ്, നമ്മുടെ പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 4x
പ്ലസ് 1 എന്ന് പറയുന്നത് തന്ന ഈ പോളിനോമിയൽ x⁴ പ്ലസ് എക്സ് ക്യൂബ് മൈനസ് 33x² പ്ലസ് 61x - 14 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ്റെ എന്താണ് ഒരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഫാക്ടർ കൊണ്ട് നമ്മൾ ഈ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. ഇനി ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഒന്നല്ലെങ്കിൽ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക, പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, b² - 4ac, അതറിയാത്തവർ b² - 4ac വെച്ചിട്ട് അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇനി നമുക്കിതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് പറയുന്നത്. നമുക്ക് തന്ന പോളിനോമിയലിനെ ഇവിടെ എഴുതിയേക്കാം. നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട പോളിനോമിയൽ അതാണ് x⁴ പ്ലസ് എക്സ് ക്യൂബ് മൈനസ് 33x² പ്ലസ് 61x - 40 എന്ന് പറയുന്നത് ഏതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യണേ, x² - 4x + 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ പവർ ഫസ്റ്റത്തെ x⁴ ആണ്. അപ്പോൾ ഈ x² എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് x⁴ എന്ന് നോക്കാം. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് x⁴ കിട്ടുക, x² ഉണ്ട്. സോ ആ x² എന്ന് പറയുന്നത് നമ്മളിവിടെ എഴുതാം. സോ എന്നിട്ട് ആ x² കൊണ്ട് ഇതിലുള്ള ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ x² ഇൻറ്റു x² എന്ന് പറയുമ്പോൾ എന്ത് വരും, x⁴ ഇവിടെ എഴുതി. x² ഇൻറ്റു -4x എന്ന് പറയുമ്പോൾ -4x³ x² ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ x² എന്ന് എഴുതി അല്ലേ. ഇപ്പോൾ നമ്മളതിവിടെ നേരത്തെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, മുകളിലെ ഇക്വേഷനും കൂടി മൈനസ് ചെയ്യാം, ഇനി സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും, x⁴ കൂടി ക്യാൻസൽ ചെയ്ത് പോകും. ഇനി ഇവിടെ എന്ത് വരും, x³ മൈനസ് 4x³ എന്ന് വരും. സോ എന്ത് വരും, x³ പ്ലസ് 4x³ വരും. അതെന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് കിട്ടി, 5x³ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ -33x² മൈനസ് x² എന്ന് പറയുമ്പോൾ അത് -34x² ആയിരിക്കും. ബാക്കിയുള്ള ടേംസ് നമ്മൾ അതേമാതിരി തന്നെ അവിടെ ഇറക്കി എഴുതി. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഈ ഒരു ടേമാണ്. ഈ ഒരു x² എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5x³ കിട്ടുന്നു നോക്കുക അല്ലേ. ഇപ്പോൾ ഇവിടെ 5 ഇല്ല, സോ 5 ഞാൻ എഴുതി. ഇനി x² ഉണ്ട്, ഒരു x കൂടി ഉണ്ട് വെച്ചാൽ ക്യൂബ് വരില്ലേ. അപ്പോൾ 5x എടുത്തു. സോ 5x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 5x കൊണ്ട് ഈ ഒരു ടേമിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5x³ കിട്ടുന്നു പറയും. അപ്പോൾ ഞാൻ ഈ 5x എവിടെ എഴുതുകയാണ്, ഇവിടെ എഴുതി വയ്ക്കുകയാണ്. സോ 5x അവിടെ എഴുതി. ഇനി അവിടെ 5x എഴുതിയതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, ഈ 5x കൊണ്ട് ത്രൂ ഔട്ടായിട്ട് ഇതിലുള്ള എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുക, അതിവിടെ എഴുതി വയ്ക്കാം. ഓക്കെ, അങ്ങനെ വെച്ചുമ്പോൾ എന്തൊരു 5x ഇൻറ്റു x² എന്ന് പറയുമ്പോൾ 5x³ എന്ന് കിട്ടി. 5x ഇൻറ്റു -4x എന്ന് പറയുമ്പോൾ -20x² എന്ന് കിട്ടും. അതുമാതിരി 5x ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ പ്ലസ് 5x എന്ന് വരും. ഇനി നമ്മൾ ആ ഈ രണ്ട് ഇക്വേഷനും കൂടി സബ്ട്രാക്ട് ചെയ്യുക. ഇനി രണ്ട് ഇക്വേഷനും കൂടി സബ്ട്രാക്ട് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും, 5x³ 5x³ കൂടി ക്യാൻസൽ ചെയ്ത് പോകും. -34x² മൈനസ് 20x² വരും. സോ -34x² പ്ലസ് 20x², അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, -14x². അതേമാതിരി നമ്മൾ ബാക്കിയുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് ഇതേമാതിരി കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ x² എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് -14x² കിട്ടുകയെന്ന് അല്ലേ. അപ്പോൾ x² -14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, -14x² കിട്ടും. സോ ആ -14 എന്ന് പറയുന്നത് ഇവിടെ എഴുതാം. വീണ്ടും നമ്മൾ ഇതേ പ്രോസസ്സ് ഈ -14 കൊണ്ട് ഇതിലുള്ള ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് സെയിം ഇക്വേഷൻ തന്നെ കിട്ടി. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 0 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് f(x) അതായത് x⁴ പ്ലസ് x³ മൈനസ് 33x², ബാക്കി ആ റിമൈനിങ് ടേം ഈസ് ഈക്വൽ ടു ഇതേ ഇൻറ്റു ഇത് പ്ലസ് ഈ ഒരു 0 എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റും, f(x) is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, f(x) is equal to x² - 4x + 1 എന്നും x² + 5x - 40 എന്നും. ഇനി നമുക്ക് ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കേണ്ട അല്ലേ. നമുക്ക് ഇതിൻ്റെ റൂട്ടാണ് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. ആ ഒരു ഇക്വേഷൻ്റെ റൂട്ടാണ് നമുക്ക് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരുന്ന 2 + √3 പിന്നെ നമ്മൾ 2 - √3 എന്ന് എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് റൂട്ട്സ് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെയാണ്. ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ 2 മെത്തേഡാണുള്ളത്. ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് അല്ലേ. ഈ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് b² - 4ac എന്ന് പറയുന്ന ആ ഒരു ഇത് അപ്ലൈ ചെയ്യാം. അതായത് -b ± √b² - 4ac / 2a വെച്ചിട്ട് ചെയ്യാം. അത് ഒന്നും ഒട്ടും എന്താ പറയുക ശരിയാവില്ല
എന്നുള്ളവർ അങ്ങനെ നോക്കിയാൽ മതി. അല്ലാത്തവർ ചെയ്യേണ്ടത് നമ്മളിവിടുത്തെ -14, അതായത് ഈ ഒരു ഇക്വേഷൻ്റെ ഈ ഒരു ഇത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ ഉള്ളത് എന്താണ് -14. ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് -14 എന്ന് നോക്കാം. സോ ആദ്യം 14 കിട്ടുന്ന പോസിബിൾ പെയേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. നമുക്ക് 14 കിട്ടുന്ന പോസിബിൾ പെയേഴ്സ് ഏതൊക്കെയാണ്? നമുക്ക് 14 കിട്ടുന്ന പോസിബിൾ പെയേഴ്സ് 1, 14 എന്ന് പറയുന്നത് അതുമാതിരി തന്നെ പറയുന്നതാണ് 7, 2ഉം ഇതാണ് പോസിബിൾ പെയേഴ്സ്. എന്താ പറയുക, 14 കിട്ടുന്നത്. പിന്നെ ഇവിടെ നമുക്ക് -14 ആയതുകൊണ്ട് നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് മൈനസ് വരണം. ഇതിലുള്ള പെയേഴ്സിൽ ഒന്ന്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോം വരാം. അതേമാതിരി തന്നെ എന്ത് വരാം, 1 -14 എന്ന് വരാം. അതേമാതിരി തന്നെ നമുക്കിവിടെ -7, 2 എന്ന് വരാം. അതുമാതിരി തന്നെ 7 -2 എന്ന് വരാം. ഇതൊക്കെ ഇതിൽ ഏത് പോസിബിലിറ്റി വന്നു കഴിഞ്ഞാലും നമുക്ക് -14 കിട്ടും. ഇനി ഇതിൽ ഏത് ചെയ്യുമ്പോഴാണ് നമ്മളിതിൽ ഏത് എടുക്കുമ്പോഴാണ് നമുക്ക് 5 കിട്ടുക എന്ന് നോക്കാം. ഓക്കെ, ഇത് പ്രൊഡക്റ്റാണ് നമ്മൾ നോക്കി. ഇനി ഇതിലെ ഏത് രണ്ടും ഈ പോസിബിൾ പെയേഴ്സിലെ ഏതൊക്കെ രണ്ടെണ്ണം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 5 കിട്ടുന്നത് നോക്കുക അല്ലേ. ഇപ്പോൾ -14 14 -1 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 5 കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഈ പെയർ പറ്റില്ല. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക്, അതായത് 1 -14 കൂടി ആഡ് ചെയ്താൽ 5 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പെയറും പറ്റില്ല. ഇനി നമുക്ക് അടുത്തുള്ളത് ഏതാണെന്ന് വെച്ചാൽ -7ഉം 2 കൂടി ആഡ് ചെയ്ത് നമുക്ക് 5 കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഒരു പെയറും പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്ത പെയർ ഏതേ പറ്റുള്ളൂ? 7 -2 എന്ന് പറയുന്ന പെയറേ പറ്റുള്ളൂ. സോ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ 7ഉം -2 ആണ് നമുക്ക് കിട്ടുന്ന പെയർ. സോ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ തന്ന ഇക്വേഷനെ x+7 × x-2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, x+7 × x-2 എന്ന് പറയുന്നത് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 0 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ റൂട്ട് കണ്ടുപിടിക്കുക? f(x) = 0 എന്ന് കൊടുത്തിട്ടല്ലേ റൂട്ട് കണ്ടുപിടിക്കുക. അങ്ങനെ അതേമാതിരി അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പോസിബിലിറ്റിയാണ്? ഒന്നല്ലെങ്കിൽ ഈ ഒരു ടേം =0, അല്ലെങ്കിൽ ഇതേ = 0, അല്ലെങ്കിൽ ഇതേ = 0 വരും അല്ലേ. ഇതേ = 0 വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 2 + √3ഉം 2 - √3ഉം കിട്ടുന്നത്. ഇനി അടുത്തത് നമ്മൾ എന്താ എടുക്കേണ്ടത്? x+7 = 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരാം? x = -7. സോ -7 ഒരു റൂട്ടാണ്. അതുമാതിരി തന്നെ x-2 = 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ കിട്ടാം? x = 2 എന്ന് കിട്ടി അല്ലേ. അങ്ങനെ കിട്ടി. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് ഏതൊക്കെയാണെന്ന് കിട്ടി? ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് നമുക്ക് എന്ത് കിട്ടിയത്? 2 + √3, 2 - √3, -7, 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാനായിരുന്നു. അപ്പോൾ നമ്മൾ റൂട്ട്സ് കണ്ടുപിടിച്ചു. ഓക്കെ, അത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്.